തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് പിന്നാലെ പള്ളിക്ക് കല്ലെറിഞ്ഞെന്ന വ്യാജ പ്രചരണം നടത്തി UDF. പള്ളിക്ക് നേരെ കല്ലെറിഞ്ഞെന്നത് കള്ളമെന്നും തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചരണത്തിൽ നിന്ന് പിന്മാറണമെന്നും ജമാഅത്ത് കമ്മിറ്റി. സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള നീക്കങ്ങളെ ജനങ്ങൾ തള്ളിക്കളയണമെന്നും CPIM. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് പിന്നാലെ ചെറുവത്തൂർ പഞ്ചായത്തിൽ വിജയിച്ച LDF സ്ഥാനാർത്ഥികളെ ആനയിച്ച് നടന്ന വിജയാഹ്ലാദ പ്രകടനത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ആക്രമിച്ചതിന് പിന്നാലെ സംഘർഷം ഉടലെടുത്തിരുന്നു. ഇതിന് പിന്നാലെ 2ാം വാർഡിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയും മുസ്ലിം ലീഗ് നേതാവുമായ നബീസത്ത് നാസർ വാട്സപ്പിൽ അയച്ച സന്ദേശം ഇങ്ങനെ: രാഷ്ട്രീയ സംഘർഷത്തെ വർഗീയവൽക്കരിക്കാനുള്ള നീക്കമാണ് UDF നടത്തിയത്. പള്ളിക്ക് നേരെ ആക്രമണമുണ്ടായെന്ന പ്രചാരണം വ്യാജമാണെന്നും തെറ്റിദ്ധാരണ പരത്തുന്ന നീക്കത്തിൽ നിന്ന് എല്ലാവരും പിന്മാറണമെന്നും തുരുത്തി ജമാഅത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി MTC റഫീഖ് ഹാജി വാട്സപ്പ് സന്ദേശത്തിൽ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന വിജയാഹ്ലാദ പ്രകടനത്തിൽ വെച്ച് മടക്കരയിലുണ്ടായ സംഘർഷത്തിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ തുരുത്തി ജുമാ മസ്ജിദിന് കല്ലെറിഞ്ഞു എന്നൊക്കെ തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതായി ജമാഅത്ത് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ വാർത്തകൾ പ്രചരിച്ചാൽ സമൂഹത്തിനിടയിൽ മതസ്പർദ്ധ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ആ വാർത്ത സൃഷ്ടിച്ചവർ അതിൽ നിന്ന് പിന്മാറണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജമാഅത്ത് കമ്മിറ്റി ഈ സംഭവത്തെ വളരെ അപലപിക്കുകയാണ്. അത്തരം യാതൊരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടി ഇതിനാൽ അറിയിക്കുകയാണ്. ജമാഅത്ത് കമ്മിറ്റിയുടെ സമാധാന സന്ദേശം സ്വാഗതാർഹമാണെന്നും തെറ്റായ പ്രചാരണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയണമെന്നും CPIM ചെറുവത്തൂർ ഏരിയ സെക്രട്ടറി K ബാലകൃഷ്ണൻ പറഞ്ഞു. ഏകപക്ഷീയമായ ആക്രമണമാണ് മടക്കയിൽ നമ്മുടെ പ്രവർത്തകരെതിരായിട്ട് നടത്തിയിട്ടുള്ളത്. ഇതിനെ കരുതിയിരിക്കാനും ഇത്തരം ദുഷ്പ്രചരണത്തെ അതേ നിലയിൽ തന്നെ തള്ളിക്കളയുന്നതിനു വേണ്ടി തയ്യാറാകണമെന്നുള്ളതാണ് പാർട്ടിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. തെരഞ്ഞെടുപ്പ് ദിവസവും വോട്ടെണ്ണൽ കഴിഞ്ഞതിനു ശേഷവും മുസ്ലിം ലീഗ് പ്രവർത്തകർ വ്യാപകമായ ആക്രമണമാണ് നടത്തിയത്. കല്ലും കുപ്പിയും എറിഞ്ഞും മാണിതർച്ച വാരിയും കമ്പിയുമെല്ലാം ഉപയോഗിച്ചും നടത്തിയ ആക്രമണത്തിൽ സ്ത്രീകളടക്കം നിരവധി CPIM പ്രവർത്തകർക്ക് പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഏകപക്ഷീയമായി ആക്രമണം നടത്തിയ ശേഷം UDFന്റെ നേതൃത്വത്തിൽ വ്യാപകമായി വ്യാജ പ്രചാരണം നടത്തുകയാണ്. കൈരളി ന്യൂസ്, കാസർഗോഡ്.